KMIC News, നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC News. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം KMIC TV പ്രേക്ഷകർക്കും റേഡിയോ ശ്രോതാക്കൾക്കും KMIC ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. ആയിരങ്ങൾക്ക് ആത്മീയ വെളിച്ചമേകി നോളജ് സിറ്റി പ്രാർത്ഥനാ മജ്ലിസ് സമാപിച്ചു. ബാക്കവിയുടെ മതപ്രഭാഷണത്തിന് പാനൂരിൽ ചേളാരി വിഭാഗം വേദിയൊരുക്കിയത് ഖബർസ്ഥാൻ പൊളിച്ചുമാറ്റിയിട്ട്. പരീക്ഷാ ഫീസിന്റെ മറവിൽ ചേളാരി മദ്രസകളിൽ നടത്തുന്ന അനധികൃത പിരിവ് നേതൃത്വം ഉരുണ്ടുമറിയുന്നു, ലക്ഷ്യം വ്യക്തമാക്കി സദർ മുഅല്ലിങ്ങൾ. കൊച്ചി സ്മാർട്ട് സിറ്റിയുടെ ഒന്നാം ഘട്ട ഉദ്ഘാടനം ഡിസംബറിൽ നടത്തുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. വിമുക്ത ഭടന്മാരുടെ ഏറെക്കാലത്തെ ആവശ്യമായ 1 റാങ്ക് 1 പെൻഷൻ പദ്ധതി പ്രഖ്യാപിച്ചു. ഹജ്ജ് വളണ്ടിയർ തട്ടിപ്പ് കേസിലെ പ്രധാന പ്രതി മുക്കം സ്വദേശി ജാബിർ അറസ്റ്റിലായി. കണ്ണൂരിൽ വൻ സുരക്ഷയിൽ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം. ഫേസ്ബുക്ക് പോസ്റ്റ് മറയാക്കി രോഗികളുടെ പേരിൽ തട്ടിപ്പ്, മരണപ്പെട്ട രോഗിയെ ഉപയോഗിച്ച് പണം തട്ടാൻ ശ്രമം നടത്തിയതിനെതിരെ സൈബർ സെല്ലിൽ പരാതി. വാർത്തകൾ വിശദമായി. കൊച്ചി സ്മാർട്ട് സിറ്റിയുടെ ഒന്നാം ഘട്ട ഉദ്ഘാടനം ഡിസംബർ 10-നും 20-നും ഇടയിൽ നടത്തുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. ആദ്യഘട്ട ഉദ്ഘാടനവും രണ്ടാം ഘട്ട ശിലാസ്ഥാപനവും ഒരുമിച്ച് നടത്തും. ആദ്യഘട്ടത്തിൽ 6000 പേർക്ക് തൊഴിൽ ലഭിക്കുമെന്നും മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 6.5 ലക്ഷം ചതുരശ്ര അടി വിസ്തൃതിയുള്ള കെട്ടിടമാണ് ഉദ്ഘാടനം ചെയ്യുക. ഉദ്ഘാടനത്തിനു ശേഷം കെട്ടിടത്തിൽ കമ്പനികൾ പ്രവർത്തനം തുടങ്ങും. ഇത് സംബന്ധിച്ച് വിപുലമായ പരിപാടികൾ സംസ്ഥാന സർക്കാരും ദുബൈ ഭരണകൂടവും ആലോചിച്ച് തീരുമാനിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. 47 ലക്ഷം ചതുരശ്ര അടി വിസ്തൃതിയുള്ള കെട്ടിടമാണ് രണ്ടാം ഘട്ടത്തിൽ നിർമ്മിക്കുന്നത്. 3 മാസത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാകും. 45,000 പേർക്ക് നേരിട്ട് തൊഴിലവസരം ലഭിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഹജ്ജ് വളണ്ടിയർ തട്ടിപ്പ് കേസിലെ പ്രധാന പ്രതി മുക്കം സ്വദേശി ജാബിർ അറസ്റ്റിലായി. കോയമ്പത്തൂരിൽ നിന്നാണ് ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഹജ്ജ് വളണ്ടിയർമാരാക്കാം എന്ന് വാഗ്ദാനം നൽകി പണവും പാസ്പോർട്ടും വാങ്ങി കബളിപ്പിച്ചുവെന്നാണ് ജാബിറിനെതിരായ കേസ്. ഏകദേശം 500ഓളം പേരെ ഇയാൾ വഞ്ചിച്ചിട്ടുണ്ട്. 10,000 മുതൽ 35,000 രൂപ വരെയാണ് ഇയാൾ ഓരോരുത്തരിൽ നിന്നും വാങ്ങിയത്. ഹജ്ജിന് പോകാൻ വൻതുക ചിലവാകുമെന്നതിനാൽ ഹജ്ജ് വളണ്ടിയർമാരായി 45 ദിവസം പുണ്യഭൂമിയിൽ കഴിയാമെന്ന ആഗ്രഹത്താലാണ് പലരും ഇയാളുടെ വലയിൽ വീണത്. മലപ്പുറം, വയനാട്, കണ്ണൂർ, കോഴിക്കോട് ജില്ലക്കാരാണ് തട്ടിപ്പിനിരയായത്. RSS, CPM, കോൺഗ്രസ് പാർട്ടികൾ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷവുമായി രംഗത്തെത്തിയതോടെ കണ്ണൂരിൽ സംഘർഷാവസ്ഥ. RSS കുട്ടികളുടെ സംഘടനയായ ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിക്കുമ്പോൾ CPM ബാലസംഘത്തിന്റെ നേതൃത്വത്തിൽ ഓണാഘോഷത്തിന്റെ സമാപന റാലിയാണ് സംഘടിപ്പിക്കുന്നത്. ഇതിനിടയിലാണ് കോൺഗ്രസും ശ്രീകൃഷ്ണ ജയന്തി ആഘോഷവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. കണ്ണൂരിൽ സംഘർഷ സാധ്യതയുള്ളതായി കേന്ദ്ര സംസ്ഥാന ഇന്റലിജൻസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഉത്തരമേഖല ADGP ശങ്കർ റെഡ്ഡിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ വൻ സുരക്ഷയാണ് ജില്ലയിൽ ഒരുക്കിയിരിക്കുന്നത്. ഹിന്ദുക്കളെ അപമാനിക്കാനാണ് CPM ശ്രമിക്കുന്നതെന്ന് RSS ആരോപിക്കുമ്പോൾ വർഗീയതയാണ് സംഘപരിവാർ ലക്ഷ്യമെന്ന് CPM ആരോപിക്കുന്നു. വിമുക്ത ഭടന്മാരുടെ ഏറെക്കാലത്തെ ആവശ്യമായ 1 റാങ്ക് 1 പെൻഷൻ പദ്ധതി പ്രഖ്യാപിച്ചു. കേന്ദ്ര പ്രതിരോധ മന്ത്രി മനോജ് പരീക്കറാണ് ഡൽഹിയിൽ പ്രഖ്യാപനം നടത്തിയത്. സൈനിക പ്രതിനിധികൾ പ്രതിരോധ മന്ത്രി മനോജ് പരീക്കറുമായി നടത്തിയ ചർച്ചയിലാണ് അന്തിമ തീരുമാനമുണ്ടായത്. 2013 അടിസ്ഥാന വർഷമായി കണക്കാക്കിയാകും പെൻഷൻ നിർണ്ണയിക്കുക. 2014 ജൂലൈ 1 മുതൽ മുൻകാല പ്രാബല്യത്തോടെയാണ് പദ്ധതി നടപ്പാക്കുക. ഈ ഒരു വർഷത്തെ കുടിശ്ശിക 4 തവണകളായി നൽകും. യുദ്ധത്തിൽ മരിച്ചവരുടെ ഭാര്യമാർക്ക് കുടിശ്ശിക ഒറ്റത്തവണയായി നൽകും. മറ്റുള്ളവരുടെ കുടിശ്ശിക വർഷത്തിൽ 2 തവണ എന്ന നിലയിൽ 2 വർഷം കൊണ്ട് കൊടുത്തു തീർക്കും. സ്വയം വിരമിച്ചവരെയും പദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്ന സൈനികരുടെ ആവശ്യം സർക്കാർ അംഗീകരിച്ചിട്ടില്ല. പെൻഷൻ പരിഷ്കരണത്തെക്കുറിച്ച് പഠിക്കാൻ സർക്കാർ ഏകാംഗ കമ്മീഷനെ നിയോഗിച്ചു. എന്നാൽ ഈ കമ്മീഷനിൽ സൈനിക പ്രതിനിധികളെയും ഉൾപ്പെടുത്തണമെന്നാണ് സൈനികരുടെ ആവശ്യം. തങ്ങളുടെ 3 പ്രതിനിധികളും പുറത്തുനിന്നുള്ള 2 പ്രതിനിധികളും അടങ്ങുന്ന 5-അംഗ കമ്മീഷനെ നിയോഗിക്കണമെന്ന് സമരസമിതി ആവശ്യപ്പെട്ടു. ഫേസ്ബുക്ക് പോസ്റ്റ് മറയാക്കി രോഗികളുടെ പേരിൽ തട്ടിപ്പ്, മരണപ്പെട്ട രോഗിയെ ഉപയോഗിച്ച് പണം തട്ടാൻ ശ്രമം നടത്തിയതിനെതിരെ സൈബർ സെല്ലിൽ പരാതി നൽകി. വിശദമായ റിപ്പോർട്ടിലേക്ക്.
ഫേസ്ബുക്ക് പോസ്റ്റ് മറയാക്കി മാരകരോഗികളുടെ പേരിൽ പിരിവ് നടത്തി പണം തട്ടുന്ന സംഘം വിലസുന്നു. ചികിത്സാ ചെലവിന് ബുദ്ധിമുട്ടുന്ന വൃക്കരോഗം, ക്യാൻസർ, വിവിധ രോഗങ്ങളാൽ തളർന്നവർ എന്നിവരുടെ പേരുകളിലാണ് വിവിധ രീതികളിൽ പിരിവ് നടത്തുന്നത്. പള്ളിക്കൽ പഞ്ചായത്തിൽ ഇരുവൃക്കകളും തകരാറിലായ ഒരു വ്യക്തിക്ക് വേണ്ടി നേരത്തെ നാട്ടുകാർ മുൻകൈയെടുത്ത് ഒരു കമ്മിറ്റി രൂപവൽക്കരിച്ചിരുന്നു. ഈ വിവരം അന്ന് തന്നെ ഫേസ്ബുക്കിൽ ഇദ്ദേഹത്തിന്റെ ഫോട്ടോയടക്കം കമ്മിറ്റിയുടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ വച്ച് പോസ്റ്റ് ചെയ്തിരുന്നു. ചികിത്സയ്ക്കിടെ 10 മാസങ്ങൾക്ക് മുമ്പ് ഇയാൾ മരണപ്പെട്ടു. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇദ്ദേഹത്തിന്റെ ഫോട്ടോയും 2 മൊബൈൽ നമ്പറും വെച്ച് വീണ്ടും ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത് ദുബൈയിൽ ജോലി ചെയ്യുന്ന കരിപ്പൂർ സ്വദേശി അബ്ദുൾ റസാഖിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. രോഗി മരിച്ചതറിയുന്ന റസാഖ് ഇതിലെ ഫോൺ നമ്പറിൽ വിളിച്ചു. കമ്മിറ്റിയിലെ ആളുകളെന്ന ധാരണയിൽ ഇപ്പോഴും ഫേസ്ബുക്കിൽ ഇദ്ദേഹത്തിന്റെ പേരിൽ പോസ്റ്റുണ്ട് എന്ന് പറയാനാണ് വിളിച്ചത്. എന്നാൽ മറുതലക്കൽ ഫോണെടുത്തത് കോഴിക്കോട് നടക്കാവ് കേന്ദ്രീകരിച്ച് നടത്തുന്ന ചാരിറ്റി സൊസൈറ്റിയുടെ ആളാണെന്നും അദ്ദേഹത്തിന് നൽകാനുള്ള പണം ഞങ്ങൾ പറയുന്ന അക്കൗണ്ടിൽ നിക്ഷേപിച്ചാൽ മതിയെന്നും പറഞ്ഞു. ഇദ്ദേഹം മരിച്ചിട്ട് 10 മാസം കഴിഞ്ഞല്ലോ എന്ന് റസാഖ് അബദ്ധത്തിൽ പറഞ്ഞതോടെ ഫോൺ കട്ട് ചെയ്തു. 5 ദിവസമായി ഈ ഫോൺ നമ്പർ ഇതുവരെ ഓൺ ചെയ്തിട്ടില്ല. സമാനമായ അനുഭവം 3 മാസം മുമ്പ് ചെറുകാവിലും സംഭവിച്ചിരുന്നു. സ്കൂളിൽ പഠിക്കുന്ന കുട്ടിക്ക് മാരകരോഗം പിടിപെട്ടതിനാൽ MLA, രക്ഷാധികാരിയും പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ളവർ ഭാരവാഹികളുമായി കമ്മിറ്റിയുണ്ടാക്കി. ഇവരും വിഷയം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു. നിലമ്പൂരിലുള്ള ഒരു സ്ത്രീ അടക്കമുള്ള ചിലർ അവരുടെ ഫോൺ നമ്പർ വെച്ച് ഇത് പോസ്റ്റ് ചെയ്തു. ഇത് ശ്രദ്ധയിൽപ്പെട്ട കമ്മിറ്റിക്കാർ ഇവരെ വിളിച്ചു. കുട്ടിയെ ഒരു തവണ പോലും കാണാതെയും കമ്മിറ്റിക്കാരുമായി സംസാരിക്കാതെയുമാണ് ഇവരും ധനം ശേഖരിക്കാൻ മുന്നോട്ട് വന്നത്. കമ്മിറ്റിയിലെ ചിലർ ഇവരെ വിളിച്ച് തങ്ങൾ സഹായിക്കാൻ തയ്യാറാണ് എന്ന് അറിയിച്ചപ്പോൾ തന്റെ അക്കൗണ്ടിൽ പണം നിക്ഷേപിക്കാൻ ായിരുന്നു പറഞ്ഞത്. പിന്നീട് ഇവർ ഫേസ്ബുക്കിൽ നിന്ന് ഈ പോസ്റ്റ് പിൻവലിക്കുകയാണ് ഉണ്ടായത്. മരണപ്പെട്ട രോഗിയെ ഉപയോഗിച്ച് പണം തട്ടാൻ ശ്രമം നടത്തിയവർക്കെതിരെ സൈബർ സെല്ലിൽ പരാതി നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് KMIC ന്യൂസ്. തൃശൂർ പീച്ചിയിൽ ലോറിയിൽ കടത്താൻ ശ്രമിച്ച വൻ സ്ഫോടക വസ്തു ശേഖരം പോലീസ് പിടികൂടി. 1000 കിലോയിലധികം വരുന്ന അമോണിയം നൈട്രേറ്റാണ് പിടികൂടിയത്. കോയമ്പത്തൂരിൽ നിന്ന് പീച്ചിയിലേക്ക് കൊണ്ടുവരികയായിരുന്ന സ്ഫോടക വസ്തു പോലീസ് വാഹന പരിശോധനയ്ക്കിടെയാണ് കണ്ടെത്തിയത്. പാലക്കാട് ഭാഗത്തു നിന്ന് വന്ന ലോറിയിൽ കോറി മാലിന്യത്തിനടിയിൽ സൂക്ഷിച്ച നിലയിലായിരുന്നു സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയത്. പാലക്കാട് സ്വദേശിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. പീച്ചി മേഖലയിലെ പാറമടകളിലേക്ക് കൊണ്ടുവന്നതാണ് സ്ഫോടക ശേഖരം എന്നാണ് പ്രാഥമിക നിഗമനം. തുർക്കിയിൽ നിന്നും ഗ്രീസിലേക്ക് മോട്ടോർ ബോട്ടിൽ ഒരു യാത്രയാണ് കടൽ കൊള്ളക്കാർ അബ്ദുള്ള കുർദിക്ക് വാഗ്ദാനം ചെയ്തിരുന്നത്. പക്ഷേ നൽകിയതോ 15 അടി മാത്രം നീളമുള്ള ശക്തമായ തിരമാലകളെ നേരിടാൻ ശേഷിയില്ലാത്ത ഒരു റബ്ബർ റാഫ്റ്റും. അതാണ് കുർദിയുടെ ജീവിതം തകർത്തത്. തുർക്കിയിൽ നിന്ന് ഗ്രീസിലേക്കുള്ള ആ യാത്ര അന്ത്യയാത്രയാകുമെന്ന് കുരുന്നുകൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവില്ല. മെഡിറ്ററേനിയൻ കടലിലേക്ക് കുർദിയും ഭാര്യയും 2 ചെറിയ മക്കളും വീണ് അല്പനിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഇളയ മകൻ ഐലൻ മരണത്തിലേക്ക് വഴുതി നീങ്ങി. പിന്നീട് ഗാലിബിനെ എങ്ങനെയെങ്കിലും വെള്ളത്തിൽ നിന്ന് ഉയർത്തിപ്പിടിച്ച് രക്ഷിക്കാനായിരുന്നു ശ്രമം. പക്ഷേ ഒന്നും കഴിഞ്ഞില്ല. ഭാര്യ റിഹാനും കുഞ്ഞുമക്കളായ ഐലനും ഗാലിബും ഇല്ലാത്ത ലോകത്ത് ഇനി കുർദി മാത്രം. തുർക്കിയിലെ മുകളിൽ ഉറ്റവരുടെ മൃതദേഹങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന മുറിയിൽ നിന്നും ഇറങ്ങിവരുന്ന കുർദിയുടെ ചിത്രം ആരെയും നൊമ്പരപ്പെടുത്തും. ഇനി എനിക്ക് ഒന്നും ആവശ്യമില്ല. ഈ ലോകത്തെ എല്ലാ രാജ്യങ്ങളും ഒരുമിച്ച് നൽകിയാലും എനിക്കൊന്നും വേണ്ട. എന്റെ ജീവിതത്തിലെ വിലപ്പെട്ടതെല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞു. മൃതദേഹങ്ങളുടെ അവകാശിയാണെന്ന് സാക്ഷ്യപ്പെടുത്തുന്ന രേഖകളിൽ ഒപ്പിട്ടുകൊടുത്ത് തിരിച്ചിറങ്ങിയ കുർദി വിതുമ്പി. കഴിഞ്ഞ ദിവസം തുർക്കി തീരത്ത് ജീവനറ്റ നിലയിൽ കണ്ടെത്തിയ ആരുടെയും കരളലയിക്കുന്ന ഐലന്റെ ചിത്രത്തിനു പിന്നാലെ പിതാവിന്റെ ചിത്രവും ലോകത്തെ നൊമ്പരപ്പെടുത്തുന്ന ഒന്നായി മാറിയിരിക്കുകയാണ്. പാലായനത്തിന്റെ വേദന ലോകത്തിനു മുഴുവൻ പകരാൻ 3 വയസ്സുകാരൻ ഐലന്റെ ചിത്രത്തിനായി. യുദ്ധവും സംഘർഷവും അനാഥമാക്കിയ മണ്ണിൽ നിന്ന് എല്ലാം വെടിഞ്ഞ് നാടുവിടേണ്ടി വരുന്നവരുടെ ദൈന്യം പങ്കുവെക്കാൻ പാശ്ചാത്യ രാജ്യങ്ങൾ ഇനിയെങ്കിലും മുന്നോട്ട് വരുമെന്നാണ് ലോകത്തിന്റെ പ്രതീക്ഷ. ഗൾഫ് വാർത്തകൾ. നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം. വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC ന്യൂസ്, KMIC ന്യൂസ്. UAE വിശേഷങ്ങൾ. യമനിലെ ഹൂതി തീവ്രവാദികളെ അടിച്ചമർത്താനുള്ള നീക്കത്തിൽ 45 UAE സൈനികർ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് UAEയിൽ 3 ദിവസത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ചു. കൊല്ലപ്പെട്ട സൈനികരുടെ മൃതദേഹങ്ങൾ അബുദാബിയിലെത്തിച്ചു. സൈനിക നടപടി മാത്രമല്ല, കോണിക്കണക്കിന് ദിർഹമിന്റെ ജീവകാരുണ്യ പദ്ധതിയും ദുരിതം അനുഭവിക്കുന്ന യമനെ സഹായിക്കാൻ UAE സമാഹരിച്ചിട്ടുണ്ട്. എമിറേറ്റ്സ് റെഡ് ക്രസന്റ് സമാഹരിച്ചത് 20 കോടി ദിർഹമാണ് യമൻ വി കെയർ എന്ന പദ്ധതിയിലൂടെ.
സ്വകാര്യ സ്കൂൾ അനുവാദമില്ലാതെ സ്കൂൾ ബസ് സർവീസിന്റെ ഫീസ് വർദ്ധിപ്പിക്കാൻ പാടില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രാലയം നിർദ്ദേശിച്ചു. നിയമലംഘകർക്ക് കടുത്ത ശിക്ഷ ലഭിക്കുമെന്ന് മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. യുഎഇയുടെ വിവിധ ഭാഗങ്ങളിൽ വീശിയ പൊടിക്കാറ്റ് ജനജീവിതം ദുസ്സഹമാക്കി. അന്തരീക്ഷത്തിൽ പൊടിക്കാറ്റ് മൂടിയതിനാൽ ദൂരക്കാഴ്ച കുറഞ്ഞതിനെ തുടർന്ന് ചെറിയ വാഹന അപകടങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. 2015 ദാർ അൽബിർ സൊസൈറ്റിയുടെ ഇസ്ലാമിക് ഇൻഫർമേഷൻ സെന്റർ മുഖേന 1460 പേർ ഇസ്ലാമിലേക്ക് പരിവർത്തനം നടത്തിയതായി അധികൃതർ അറിയിച്ചു. ഏഷ്യൻ, ആഫ്രിക്കൻ, അറബ്, യൂറോപ്പ്, ലാറ്റിൻ അമേരിക്കൻ മേഖലയിൽ നിന്നുള്ള 46 രാജ്യക്കാർ മതം മാറിയവരിൽ ഉൾപ്പെടുന്നു. പ്രവാസി മലയാളികൾ കേരളത്തിലേക്ക് പണമയക്കുന്നതിൽ വൻ വർധനവ്. ഈ വർഷം 5% വരെ വർധനവുണ്ടാകുമെന്നാണ് കണക്ക്. കഴിഞ്ഞ വർഷം ലക്ഷം കോടി രൂപയാണ് പ്രവാസികളിൽ നിന്ന് കേരളത്തിലേക്ക് പ്രവഹിച്ചത്. KMIC ന്യൂസ് ഡെസ്ക്, അബുദാബി. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. ശാന്തസുമോഹന സുന്ദരവനിയിൽ പൂത്തൊരു സ്നേഹദളങ്ങളിതാ, മാനവ മൈത്രി മന്ത്രമുയർത്തിയ സന്ദേശത്തിൻ മർക്കസിതാ. ശാന്തസുമോഹന സുന്ദരവനിയിൽ പൂത്തൊരു സ്നേഹദളങ്ങളിതാ, മാനവ മൈത്രി മന്ത്രമുയർത്തിയ സന്ദേശത്തിൻ മർക്കസിതാ. We salute humanity, soulmate softly change this sound. Be a part of our mission, be the light that illuminate. Aswinu lana wal urbu lana wal hindu lana wal kullu lana. Adhal islamu lana deena wa jami'ul kawni lana watwana. चीनो अरब हमारा, हिंदुस्तान हमारा, मुस्लिम है हम वतन है, सारा जहान हमारा, सारा जहान हमारा, सारा जहान हमारा. വാർത്തകൾ തുടരുന്നു. സംഘടനാ വാർത്തകൾ. SYS വാടാനപ്പള്ളി ഉമർ ഖാദി നഗർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സാന്ത്വനം ഹെൽത്ത് സെന്റർ ഉദ്ഘാടനവും സൌജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പും നാളെ ഉച്ചയ്ക്ക് ശേഷം 2 മണിക്ക് ആരംഭിക്കും. വാടാനപ്പള്ളി ഇസ്ര നൂറുൽ ഉലമ മദ്രസയിലാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. മത, സാമൂഹിക, സാംസ്കാരിക രംഗത്ത് പ്രമുഖർ പങ്കെടുക്കും. സാന്ത്വനം ഹെൽത്ത് സെന്ററിൽ എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 2 മണി മുതൽ രോഗികളെ സൌജന്യമായി പരിശോധിക്കും. ആയിരങ്ങൾക്ക് ആത്മീയ പ്രഭ പകർന്ന മർക്കസ് നോളജ് സിറ്റി ദുആ മജ്ലിസിന് സമാപനം. വൈകിട്ട് 3 ആരംഭിച്ച ദുആ മജ്ലിസിൽ അസ്മാ ഉൽ ബദ്ർ, ബുർദ, വിതിരിയ, ഹംസിയ, മുഹീദ്ദീൻ മാല, റിഫായി മാല പാരായണവും പ്രാർത്ഥനയും നടന്നു. പ്രാർത്ഥനയ്ക്ക് അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നേതൃത്വം നൽകി. CM വലുല്ലാഹിയുടെ നിർദ്ദേശത്താൽ തുടങ്ങിയ മർക്കസ് ആത്മീയതയിൽ അധിഷ്ഠിതമായ വിദ്യാഭ്യാസത്തിനാണ് പ്രവർത്തിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. മഹത്തുക്കളായ സാദാത്തുക്കളുടെയും പണ്ഡിതന്മാരുടെയും പ്രാർത്ഥനയാണ് മർക്കസിന്റെ എക്കാലത്തെയും ശക്തിയും വിജയവും. താജുൽ ഉലമയുടെ നേതൃത്വത്തിൽ 313 സാദാത്തുക്കൾ കുറ്റിയടിച്ച പദ്ധതിയാണ് മർക്കസ് നോളജ് സിറ്റി. അതിനാൽ തന്നെ ഇതൊരിക്കലും പരാജയപ്പെടില്ലെന്നും കാന്തപുരം ഉസ്താദ് പറഞ്ഞു. പഠിക്കാനും അവരെ പഠിപ്പിക്കാനുമുള്ള കോളേജ് ആണ് ഈ കെട്ടിടം. ചികിത്സിക്കാനുള്ള ആശുപത്രി കെട്ടിടം വേറെ നിർമ്മിക്കേണ്ടതുണ്ട്. അത് തുടങ്ങിയിട്ടില്ല. ലോ കോളേജിന്റെ കെട്ടിടം ഇവിടെ നിർമ്മിക്കാൻ ആരംഭിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഇടക്കാണ് ചില ശത്രുക്കൾ ഒരു സ്റ്റേയുമായി വന്നത്. സാധാരണ ഒരു പഴഞ്ചൊല്ലുണ്ട്, കടലിൽ തീപിടിച്ചു എന്ന് പറഞ്ഞ് പോയാലും കോടതിയിൽ നിന്ന് സ്റ്റേ കിട്ടുമെന്ന്. അങ്ങനെ ഒരു പഴഞ്ചൊല്ലുണ്ട്. അത് അന്വേഷണ വിധേയമാക്കിയിട്ട് സ്റ്റേ. അങ്ങോട്ടടുക്കാൻ പാടില്ല, കടൽ തൊഴിലാളികളൊന്നും അങ്ങോട്ടടുക്കാൻ പാടില്ല, തീപിടിച്ചിട്ടുണ്ടോ അല്ലേ എന്ന് അന്വേഷിച്ചിട്ട് വേണം അടുക്കാൻ എന്ന് പറയുന്ന സ്റ്റേ പോലെ ഈ മർക്കസ് നോളജ് സിറ്റിയെ സംബന്ധിച്ച് ഇവിടെ ആനയും കരടിയും ഒക്കെ ഇറങ്ങുന്ന സ്ഥലമാണ്. ഇവിടെ വലിയ വലിയ മരങ്ങൾ ആണ്. ആ മരങ്ങളൊക്കെ മുറിച്ചിങ്ങനെ തള്ളിയിട്ടുകൊണ്ടിരിക്കുകയാണ്. ആനയും കുതിരയും ഒക്കെ ഇവിടുന്ന് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കേസ് കൊടുത്തത്. കേസ് കൊടുത്തത് തന്നെ നോളജ് സിറ്റി തുടങ്ങി പത്രത്തിലൊക്കെ വന്ന് ഒരുപാട് കാലം കഴിഞ്ഞതിന്റെ ശേഷമാണ്
അപ്പൊ ആദ്യ ദിവസം തന്നെ കോടതിയിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്, നീ ഇതുവരെ എവിടെയായിരുന്നു? തുടങ്ങിയിട്ട് കുറെ ആയല്ലോ, പിന്നെ ഇപ്പൊ 1.5 കൊല്ലം 2 കൊല്ലം കഴിഞ്ഞിട്ടാണോ ഇപ്പോ ഇത് ഞാൻ നീയൊക്കെ ഉള്ളതൊക്കെ ഓടിച്ചു കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ എന്ന് അപ്പൊ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഏതായിരുന്നാലും അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് നമ്മുടെ കേസ് 100% നമ്മൾക്ക് വിജയിക്കാൻ സാധിച്ചു. അള്ളാഹു തആല അത് വിജയിപ്പിച്ചു തന്നു. എന്നാൽ നമുക്കൊരു വിജയം കിട്ടിയാൽ അതിന്റെ പേരിൽ കിബിർ നടിക്കാനോ ആഹ്ലാദിക്കാനോ പാടില്ല. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹു വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജാ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർഹു. അല്ലാഹു തആല ഖുർആനിൽ പഠിപ്പിച്ചത് അങ്ങനെയാണ്. നിങ്ങൾക്ക് വല്ല ഫത്ഹും ഉണ്ടായാൽ നിങ്ങളുടെ ദീനിലേക്കും നിങ്ങളുടെ പ്രവർത്തനത്തിലേക്കും ആളുകൾ കൂട്ടം കൂട്ടമായി കടന്നു വരുന്നത് കണ്ടാൽ നിങ്ങൾ അള്ളാഹുവിന് തസ്ബീഹ് ചെല്ലണം, അള്ളാഹുവിനെ സ്തുതിക്കണം, അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടണം. എന്നല്ലാതെ യാതൊരു കിബറും ഒരണുമണി പോലും നമ്മുടെ പ്രവർത്തകന്മാരുടെയോ ആരുടെയെങ്കിലും ഹൃദയത്തിലുണ്ടാകാൻ പാടില്ല. ഇപ്പൊ വാട്സപ്പുകളിലൂടെയും ഫേസ്ബുക്കുകളിലൂടെയൊക്കെ എഴുത്തിന്റെ യുദ്ധം നടക്കുകയാണ്. അതിലും അനാവശ്യമായി ആരും എഴുതരുത് എന്ന് ഞാൻ ഇവിടെ ഉള്ളവരോടെങ്കിലും ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ നമുക്ക് ചെയ്യാനുള്ളത് അള്ളാഹുവിനെ സ്തുതിക്കലാണ്. അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ മുഅല്ലിമീൻ പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് മഹദി മിയ ചിസ്തി മുഖ്യാതിഥിയായിരുന്നു. അലി ബാഫഖിത്തങ്ങൾ, സയ്യിദ് യൂസുഫുൽ ബുഖാരി വൈലത്തൂർ, സയ്യിദ് സൈനുൽ ആബിദിൻ ബാഫഖി മലേഷ്യ, ഹബീബ് കോയത്തങ്ങൾ ചെരക്കാപ്പറമ്പ്, അബ്ദുൽ ഫത്താഹ് തങ്ങൾ വേലം തുടങ്ങി പ്രമുഖ സയ്യിദരും പണ്ഡിതരും പങ്കെടുത്തു. പാനൂരിൽ ചേളാരി വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ബാഖവിയുടെ പ്രഭാഷണത്തിന് വേദിയൊരുക്കിയത് ഖബർസ്ഥാൻ പൊളിച്ചുമാറ്റിയിട്ട് JCB ഉപയോഗിച്ചാണ് ജുമുഅത്ത് പള്ളിയുടെ ചുറ്റുമതിൽ പൊളിച്ച് ഖബറുകൾ നിരപ്പാക്കിയത്. മരങ്ങൾ മുറിച്ചുമാറ്റിയും തരിസ്നിലമാക്കി മാറ്റിയുമാണ് വഖഫ് ഭൂമി കയ്യേറ്റം നടത്തിയത്. ചേളാരി വിഭാഗം പാനൂർ മേഖലാ കമ്മിറ്റിയുടെ ആസ്ഥാന മന്ദിരത്തിനുള്ള ഫണ്ട് കണ്ടെത്താൻ വേണ്ടിയാണ് പ്രഭാഷണം സംഘടിപ്പിച്ചത്. പള്ളിയുടെയും കീഴിലുള്ള സ്ഥാപനങ്ങളുടെയും നടത്തിപ്പിൽ ക്രമക്കേട് നടത്തുകയും വഖഫ് സ്വത്തുകൾ അന്യായമായി കൈകാര്യം ചെയ്തതിനാൽ ഭൂരിപക്ഷം മഹല്ല് നിവാസികളുടെ പ്രതിഷേധത്തെ തുടർന്ന് കമ്മിറ്റി പിരിച്ചുവിടുകയുമായിരുന്നു. മഹല്ല് ഖാദി TS ഇബ്രാഹിംകുട്ടി മുസ്ലിയാർ, ഖത്തീബ് SBP തങ്ങൾ എന്നിവരാണ് മഹല്ല് ഭരണം നടത്തുന്നത്. എന്നാൽ ഉത്തരവാദപ്പെട്ടവരോട് അന്വേഷിക്കുകയോ അനുമതി വാങ്ങുകയോ ചെയ്യാതെയാണ് കയ്യേറ്റം നടന്നത്. വഖഫ് ഭൂമി കയ്യേറ്റം ചെയ്തവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്ന് കേരള വഖഫ് ബോർഡിനോട് SYS പാനൂർ ടൌൺ കമ്മിറ്റി ആവശ്യപ്പെട്ടു. യോഗത്തിൽ പ്രസിഡന്റ് VP ഹുസൈൻ ഹാജി അധ്യക്ഷത വഹിച്ചു. പരീക്ഷാ ഫീസിന്റെ മറവിൽ ചേളാരി മദ്രസകളിൽ നടത്തുന്ന അനധികൃത പിരിവിൽ നേതൃത്വം ഉരുണ്ടുമറിയുകയാണ്. സംസ്ഥാനത്തെ മദ്രസകളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ അമിത ഫീസ് പിരിച്ചെടുക്കുന്നതായാണ് വിവിധ സ്ഥലങ്ങളിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. കഴിഞ്ഞ വർഷങ്ങളിൽ മദ്രസകളിൽ നിന്ന് പരീക്ഷയ്ക്കായി പിരിക്കുന്ന ഫീസിന്റെ ഇരട്ടിയിലധികമാണ് ഇത്തവണ ഈടാക്കുന്നതെന്ന് രക്ഷിതാക്കൾ ആരോപിക്കുന്നു. ചേളാരി മദ്രസകളിൽ 1ാം ക്ലാസ് മുതൽ 9ാം ക്ലാസ് വരെ വിദ്യാർത്ഥികളിൽ നിന്ന് ഈടാക്കുന്ന പരീക്ഷാ ഫീസിന്റെ കണക്ക് ഇന്നലെ KMIC ന്യൂസ് പുറത്തുവിട്ടിരുന്നു. 1ാം ക്ലാസ്സിൽ 110 രൂപയാണ് ഫീസെങ്കിൽ 9ാം ക്ലാസ്സിൽ 170 രൂപയാണ് ഫീസ് ഈടാക്കുന്നത്. ചേളാരി മദ്രസയിൽ പരീക്ഷാ ഫീസ് അടച്ച ഒരു രക്ഷിതാവിന്റെ പ്രതികരണം കേൾക്കാം. അസ്സലാമു അലൈക്കും. മദ്രസയുടെ പേര് അൻസാറുൽ ഇസ്ലാം മദ്രസ, താഴേച്ചമ്പാടാണ്. തലശ്ശേരിക്കടുത്ത് താഴേച്ചമ്പാട് എന്ന് പറയുന്ന സ്ഥലത്ത് അൻസാറുൽ ഇസ്ലാം മദ്രസ. അതിൽ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് 110ഉം 3ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിക്ക് 140ഉമാണ് വാങ്ങിയത്. 3ാം ക്ലാസ്സിലെ കുട്ടിയുടേത് കൊടുത്തിട്ടുണ്ട്. 1ാം ക്ലാസ്സിലെ ഞാൻ ഇവിടെ ഖത്തറിലാണുള്ളത്. ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് കൊടുക്കല്ല എന്ന് പറഞ്ഞത് കൊണ്ട് കൊടുത്തിട്ടില്ല. 3ാം ക്ലാസ്സിലത് പെട്ടെന്ന് കൊടുക്കണമെന്ന് പറഞ്ഞ് എന്തോ ഉസ്താദ് തിരക്കൂട്ടി ക്ലാസ്സിൽ നിന്ന് കുട്ടികളോട് പെട്ടെന്ന് കൊടുക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് 3ാം ക്ലാസ്സിലത് പെട്ടെന്ന് കൊടുത്തു. അതുകൊണ്ട് 1ാം ക്ലാസ്സിൽ ഞാൻ കൊടുത്തിട്ടില്ല. ഞാൻ അവിടെയുള്ള സാധാരണ വിളിച്ചൊന്ന് ചോദിച്ചിട്ട് കൊടുക്കാമെന്നൊരു ഇതിൻ്റെ ഒത്തിങ്ങനെ നിൽക്കുകയായിരുന്നു. ഇതുവരെ കൊടുത്തിട്ടില്ല. 110 കൊടുക്കാൻ വേണ്ടിയാണ് പറഞ്ഞത്. എന്നാൽ ചേളാരി വിഭാഗം മദ്രസയിലെ പരീക്ഷകളുടെ കോർഡിനേഷൻ നടത്തുന്ന ജമിയത്തുൽ മുഅല്ലിമീൻ മാനേജർ MA ചേളാരിക്ക് ബന്ധപ്പെട്ടപ്പോൾ കിട്ടിയ മറുപടി എന്താണെന്ന് നോക്കാം. ഹലോ, അസ്സലാമു അലൈക്കും. MA ചേളാരി അല്ലേ? പിന്നെ നിങ്ങള് അല്ലേ ജമിയത്തുൽ മുഅല്ലിമീൻ മാനേജർ?
പിന്നെ മദ്രസയിൽ എത്രയാണ് ഇപ്പൊ ഫീസ്? പരീക്ഷാ ഫീസ് എത്രയാണോ? മദ്രസകളിൽ ഇപ്പൊ എത്രയാണ് പരീക്ഷാ ഫീസ്? സർക്കിളൊക്കെ റേറ്റുകൾക്ക് അയച്ചിട്ടുണ്ടല്ലോ. എങ്ങനെ? റേഞ്ചുകൾക്കും മദ്രസകൾക്കൊക്കെ സർക്കുലർ അയച്ചിട്ടുണ്ടല്ലോ. ഓഫീസിലേക്ക് വിളിച്ചപ്പോ ഇപ്പൊ മദ്രസകളിൽ നിന്ന് ഓരോ ക്ലാസ്സുകളിൽ നിന്ന് 110 ഓരോ ക്ലാസ്സുകളിലേക്ക് ഇത്ര ഫീസ് എന്ന് പറഞ്ഞിട്ട് അയച്ചിട്ടുണ്ടല്ലോ. 130, 140, 150, 170 തോതിലാണ് വാങ്ങുന്നത്. അതൊന്നും അയച്ചിട്ടില്ല. അല്ല, എങ്ങനെ? അതൊന്നും ഇവിടുന്ന് അയച്ചിട്ടില്ല. അവർക്ക് സർക്കുലർ അവിടെ റേഞ്ച് കാണാം. അത് എത്രയൊന്നും ചോദിക്കുക. ഞാൻ ഓഫീസിലേക്ക് വിളിച്ചപ്പം 40 രൂപ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ നിന്നൊക്കെ വാങ്ങുന്നത് 130, 140, 150, 170 തോതിലാണ്. എത്രയാണ് ശരിക്കും? ഒന്നാം ക്ലാസ്സിൽ 25 രൂപയാണ്. ഒന്നാം ക്ലാസ്സിൽ 25. പിന്നെ ബാക്കി സർക്കുലർ നോക്കി അതിൽ പറഞ്ഞിട്ടുണ്ട്. അവരുടെ സർക്കുലർ കാണിച്ചു തരുന്നില്ലല്ലോ അവര്. ചേളാരി വിഭാഗം ജമിയത്തുൽ മുഅല്ലിമീൻ മാനേജർ എം.എ. ചേളാരിയാണ് ഒന്നാം ക്ലാസ്സിൽ 25 രൂപയാണ് ഫീസ് എന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നത്. മറ്റു ക്ലാസുകളിലെ ഫീസുകൾ വെളിപ്പെടുത്താൻ അദ്ദേഹം തയ്യാറായില്ല. എന്നാൽ ചേളാരി വിഭാഗം മദ്രസയിലെ ഒരു സദർ മുഅല്ലിമിന്റെ പ്രതികരണം കേൾക്കാം. വെങ്ങാട് പള്ളിപ്പടി മദ്രസയിലെ സദർ മുഅല്ലിമാണ് പ്രതികരിക്കുന്നത്. ഞങ്ങൾ പരീക്ഷാ ഫീസ് പിരിച്ച വലിയ വിവാദമായോ? അതങ്ങ് വിവാദമാവട്ടെന്നാ. എന്നാ ഒന്ന് കേട്ടോ, കാരന്തൂരി സക്കാഫിമാരെ കൊണ്ടും അഹസനിമാരെ കൊണ്ടും പൈസ പിരിപ്പിച്ചിട്ട് ആ പൈസ വാങ്ങി ചേളാരി ഓഫീസിലേക്ക് എത്തും. മനസ്സിലായോ? ഞങ്ങൾക്കെന്ന കേസ് നടത്താനാണെങ്കിൽ അങ്ങനെ തന്നെ. നിങ്ങൾക്കെതിരെ കേസ് നടത്താൻ നിങ്ങളെ കൊണ്ട് കാശ് പിരിപ്പിച്ച് അത് ചേളാരി സമസ്ത ഓഫീസിലേക്ക് എത്തും. നോക്കിക്കോ. കേസ് നടത്താനും ചേളാരി സംഘടനകളുടെ ഫണ്ട് കണ്ടെത്തുന്നതിനു വേണ്ടിയുമാണ് മദ്രസ വിദ്യാർത്ഥികളിൽ നിന്ന് പിരിവ് നടത്തുന്നതെന്ന് ചേളാരി മദ്രസയിലെ സദർ മുഅല്ലിം തന്നെ വെളിപ്പെടുത്തുകയാണ്. നേരത്തെ സംഘടനയുടെ നേതൃത്വത്തിൽ പത്രം ആരംഭിക്കുന്നതിനും പിന്നീടും വിദ്യാർത്ഥികളിൽ നിന്ന് പണം പിരിച്ചിരുന്നു. ഇതിനു പുറമെ പല പേരുകളിലായി വിദ്യാർത്ഥികളിൽ നിന്ന് പണപ്പിരിവ് നടത്താറുമുണ്ട്. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കൊച്ചി സ്മാർട്ട് സിറ്റിയുടെ 1ാം ഘട്ട ഉദ്ഘാടനം ഡിസംബറിൽ നടത്തുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. ഹജ്ജ് വളണ്ടിയർ തട്ടിപ്പ് കേസിലെ പ്രധാന പ്രതി മുക്കം സ്വദേശി ജാബിർ അറസ്റ്റിലായി. കണ്ണൂരിൽ വൻ സുരക്ഷയിൽ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം. ഫേസ്ബുക്ക് പോസ്റ്റ് മറയാക്കി രോഗികളുടെ പേരിൽ തട്ടിപ്പ്. മരണപ്പെട്ട രോഗിയെ ഉപയോഗിച്ച് പണം തട്ടാൻ ശ്രമം നടത്തിയതിനെതിരെ സൈബർ സെല്ലിൽ പരാതി. ആയിരങ്ങൾക്ക് ആത്മീയ വെളിച്ചമേകി നോളജ് സിറ്റി പ്രാർത്ഥനാ മജ്ലിസ് സമാപിച്ചു. ബാക്കവിയുടെ മതപ്രഭാഷണത്തിന് പാനൂരിൽ ചേളാരി വിഭാഗം വേദിയൊരുക്കിയത് ഖബർസ്ഥാൻ പൊളിച്ചുമാറ്റിയിട്ട്. പരീക്ഷാ ഫീസിന്റെ മറവിൽ ചേളാരി മദ്രസകളിൽ നടത്തുന്ന അനധികൃത പിരിവ് നേതൃത്വം ഉരുണ്ടുമറിയുന്നു. ലക്ഷ്യം വ്യക്തമാക്കി സദർ മുഅല്ലിങ്ങൾ. ഇതോടെ KMIC ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ സൗദി സമയം രാത്രി 10:30, തുടർന്ന് നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 7 മണിക്ക്. ന്യൂസുകൾ അയക്കേണ്ട വിലാസം KMIC newstime@gmail.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.